ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. രാവിലെ അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി ചെടികളുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ഇന്ന് ഏതൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട്, നാളെ ഏതൊക്കെ പൂ വിരിയും, ഇനി എൻ്റെ ചെടികളെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കുറച്ച് സമയം ചെടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നും കുറച്ചു നേരം രാവിലെ ചെടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പം മഴ ഒത്തിരി ദിവസമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ടി വരുന്നില്ല. എൻ്റെ റോസയൊക്കെ നന്നായിട്ട് തളിർപ്പ് വന്ന് പൂമൊട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഒത്തിരി. അപ്പം അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഉച്ചയ്ക്ക് കറിയൊന്നുമില്ല, മുരിങ്ങയില പറിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പം നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് മുരിങ്ങയില പറിക്കാൻ പോവാം. ആ കാണുന്ന വീടാണ് പുള്ളിക്കാരിയുടെ വീട്. അവിടെ പോയിട്ട് നമുക്ക് മുരിങ്ങയില എടുക്കാം. അതിനു മുമ്പേ ഞാൻ അതിലേക്കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു കാട്ടുപൂ കണ്ടു എൻ്റെ ശ്രദ്ധയിൽ. കാട്ടുപൂവാണെങ്കിലും ആളൊരു സുന്ദരിയാണ്. ഞാൻ അതിനെ കുറച്ചു നേരം ഫോക്കസ് ചെയ്തു. ചിലപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ കാട്ടിൽ നിൽക്കുന്ന പൂക്കളൊക്കെ ഒത്തിരി ഭംഗിയുള്ളതാണ്. ഒരുപാട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പണ്ടൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കാട്ടിലുള്ളതാണോ വീട്ടിൽ വളർത്താൻ കൊള്ളാവുന്നതാണോ എന്നൊന്നും നോക്കാതെ കുറേ പൂച്ചെടികൾ പറിച്ചോട്ട് വരുമായിരുന്നു. അങ്ങനെ നമ്മൾ മുരിങ്ങയില പറിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ചേച്ചി ചോദിച്ചു, രാവിലെ എന്താ ഫോണും പിടിച്ച് ഞങ്ങളെയൊക്കെ വൈറലാക്കാനാണോ എന്നൊരു ചോദ്യം. വൈറലാക്കണമെങ്കിൽ ആക്കിത്തരാന്ന് പറഞ്ഞെങ്കിലും ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ അമ്മമ്മ മുരിങ്ങയില പറിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. മുരിങ്ങയില കൊണ്ടു കൊടുത്തപ്പോൾ അമ്മ ഒരു ചോദ്യം, ഇത്രയും മുരിങ്ങയില പറിക്കാൻ നിന്നോട് ആരാ പറഞ്ഞ, കുറച്ച് മതിയായിരുന്നില്ലേ എന്ന്. മുരിങ്ങയില നല്ലതാണല്ലോ, ഗുണമുള്ളതാണല്ലോ, അപ്പം അതും കൂടി ഇരുന്നോട്ടെ എന്ന് ഞാൻ ഓർത്ത് കുറച്ചധികം തന്നെ പറിച്ചു. എനിക്ക് മുരിങ്ങയില തോരൻ പണ്ട് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം നല്ല ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഇപ്പം മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പം ഞാൻ മുരിങ്ങയിലയൊക്കെ കഴിക്കാറുണ്ട്. നിങ്ങളങ്ങനെയാണോ? മുരിങ്ങയിലയൊക്കെ ഇപ്പോഴും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ട് നോക്കൂ. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഷം ഒന്നും ചേർക്കാത്ത സംഭവമല്ലേ. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഇന്ന് വേൾഡ് എൻവയോൺമെന്റൽ ഡേ, അതായത് ലോക പരിസ്ഥിതി ദിനം, ജൂൺ 5. അപ്പോൾ ലോക പരിസ്ഥിതി ദിനമായിട്ട് ഇന്ന് ഒരു ചെടി കൂടി എൻ്റെ തോട്ടത്തിലേക്ക് ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് മരം നടണമെന്നാണ് ആഗ്രഹം, പക്ഷെ എൻ്റെ വീട്ടിൽ തീരെ സ്ഥലമില്ല. എങ്ങനെയെങ്കിലൊക്കെയാണ് ചെടി തന്നെ നട്ടുവെക്കുന്നത്. മണ്ണ് കിട്ടാൻ പാടാണ്. പിന്നെ സ്പേസും വളരെ കുറവാണ് വീട്ടിൻ്റെ മുറ്റത്തും സ്പേസ് ഇല്ല, ബാക്കിലും സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ മരം നടുന്നത് നടക്കില്ല. എന്നാലും അത്യാവശ്യം ഹൈറ്റുള്ള ഒരു തെച്ചി ചെടി ഞാൻ മേടിച്ചിട്ടുണ്ട്. നഴ്സറിയിൽ നിന്ന് പോയാണ് അത് മേടിച്ചത്. ഇനി നമുക്ക് ആ തെച്ചി നടാനായിട്ട് മണ്ണ് വേണം, കരിയില വേണം. അതിനു മുമ്പേ കരിയില എടുക്കാൻ വേണ്ടിയിട്ട് വല്യമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകണം. എൻ്റെ മണ്ണിൽ മുളകിൻ്റെ വിത്ത് വീണ് ചെറിയ തൈകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുകയാണ്. ഈ മണ്ണെടുക്കുന്നതിന് മുമ്പേ കരിയില എടുക്കാൻ പോയിട്ട് വരാം. കരിയില എടുക്കാൻ വേണ്ടി വല്യമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയപ്പോഴാണ് അവിടെ ഒരു പൂവ് മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ പൂവിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ അതിൽ പൂവൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ പണികൾ തുടർന്നു. കുറച്ച് കരിയില എടുത്തു, അത് കാണിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മരത്തിൻ്റെ വില അതിൻ്റെ തടിയുടെ കനമാണെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, മരത്തിൻ്റെ വില ശരിക്കും അത് തരുന്ന തണലിൻ്റെയും അത് തരുന്ന പ്രാണവായുവിൻ്റെയും ഒക്കെ വിലയാണ്. നല്ല നാളേക്കായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഒരു മരം അല്ലെങ്കിൽ ഒരു തണൽ മരം നട്ടു വളർത്തിയാൽ മതിയാവും. നമ്മുടെ കയ്യൊപ്പോടു കൂടി ആ മരം കാലത്തിനെ അതിജീവിച്ച് വളരും. നമ്മൾ ഇന്ന് ഈ കാണുന്ന പ്രകൃതി, ഇന്ന് ഈ കാണുന്ന മരങ്ങളും ചെടികളും ഒക്കെ നമുക്ക് വേണ്ടി എപ്പോഴോ ആരൊക്കെയോ നട്ടു വളർത്തിയതാണ്. അതുപോലെ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ സ്നേഹിക്കണം. എല്ലാവരും അവരാൽ കഴിയുന്നത് പ്രകൃതിക്ക് വേണ്ടി ചെയ്യണം, സംരക്ഷിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. മരത്തിന് ശരിക്കും അതിജീവിക്കാൻ മനുഷ്യൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട. പക്ഷെ മരങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല.
അവയെ സംരക്ഷിക്കാനും നമുക്ക് കഴിയണം. ഞാൻ പൊതുവെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഈ പരിസ്ഥിതി ദിനത്തിൽ ആവേശത്തോടെ എല്ലാവരും ചെടി നടും. പക്ഷേങ്കിൽ പിന്നീട് അതിനെ തിരിഞ്ഞു നോക്കാതെ അത് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഒരേ കുഴിയിൽ തന്നെ എല്ലാ വർഷവും ചെടി നട്ട് മനസാക്ഷിയെ പറ്റിക്കുന്ന ഒരുതരം പ്രഹസനമാണിന്ന് നമുക്കൊക്കെ പ്രകൃതി സ്നേഹം. വളർത്താൻ കഴിയുന്നില്ലെങ്കിലും നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഒരു ചെടി നടുമ്പോൾ അതിനൊരു പുതിയ ഇല വരുമ്പോൾ, അതിലൊരു പുതിയ പൂ വരുമ്പോൾ ഒക്കെ സന്തോഷിക്കാൻ പറ്റുന്നൊരു കുഞ്ഞു മനസ്സ് നമുക്കുണ്ടായാൽ മതി. പുതിയ തലമുറയ്ക്ക് ചെടികളെയും പൂക്കളെയും പ്രകൃതിയും ഒക്കെ സ്നേഹിക്കാനും അവയെ സംരക്ഷിക്കാനും പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നത് നമ്മളൊക്കെ തന്നെയല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കുഞ്ഞുമക്കളെയും ചെടി വളർത്താനും ഒക്കെ പ്രേരിപ്പിക്കാം. ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സുഗതകുമാരിയുടെ ഒരു കവിതയാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. അപ്പം എല്ലാവരും ഒരു തൈ നടുക, നല്ല നാളേക്ക് വേണ്ടിയും കിളികൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഭൂമിയാകുന്ന നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയും നമ്മൾ ചെടികൾ നടുക. മരങ്ങളെ പ്രണയിക്കുക. പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ആൾക്കാരായിട്ട് നമുക്ക് വളരാൻ, പുതിയ തലമുറ വാർത്തെടുക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എൻ്റെ ചെടിയൊക്കെ നട്ടു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു തെച്ചിയാണ്. ഇതെന്നല്ല, എല്ലാ കളറിലുള്ള തെച്ചിയും വാങ്ങണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ എൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. അപ്പോൾ മരം നടാൻ പറ്റാത്തതിലുള്ള വിഷമം എനിക്ക് ചെറുതായിട്ടുണ്ടെങ്കിലും കുറച്ച് വലിപ്പമുള്ളൊരു ചെത്തി തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് ഓഫീസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിസ്ഥിതി ദിനാശംസകൾ. എല്ലാവരും ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്ന, ചെടികളെയും മരങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകളായിട്ട് മാറട്ടെ. നമ്മുടെ ഭൂമി മനോഹരമാകട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഇനി ഈ എടുത്തേക്കുന്ന ഇതൊക്കെ കഴുകിക്കൊണ്ടേ വെക്കണം. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനുള്ള ബാക്കി പരിപാടികൾ നോക്കണം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്.